In the figure, the midpoint of the large quadrilateral are joined to form a smaller quadrilateral within. ചിത്രത്തിലെ വലിയ ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് അതിനുള്ളിലെ ചെറിയ ചതുർഭുജം വരച്ചിരിക്കുന്നത്. Find the coordinate of the fourth vertex of the small quadrilateral. ചെറിയ ചതുർഭുജത്തിന്റെ നാലാം മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. Find the coordinate of the other three vertices of the large quadrilateral. വലിയ ചതുർഭുജത്തിന്റെ മറ്റു മൂന്ന് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ചെറിയ ചതുർഭുജത്തിന്റെ നാലാം മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ്. ആ സ്മോൾ ക്വാഡ്രിലാറ്ററലിന്റെ ഫോർത്ത് വേർട്ടെക്സിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ. ഇപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾക്കറിയാം ഒരു ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു പാരലോഗ്രാം ആയിരിക്കും. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് പാരലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താണ്. അപ്പൊ ഇതൊരു പാരലോഗ്രാം ആയി കൺസിഡർ ചെയ്താണ്ട് നമുക്ക് പാരലോഗ്രാമിന്റെ നാലാമത്തെ മൂല കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ്ട് ഇത് കണ്ടുപിടിക്കാം. എങ്ങനെയാ പാരലോഗ്രാമിന്റെ നാലാമത്തെ മൂല കണ്ടുപിടിച്ചത്? എതിർമൂലകളെ തമ്മിൽ കൂട്ടുക, മറ്റത് മൈനസ് ചെയ്യുക. Okay, if we join the midpoint of a quadrilateral, we will get a parallelogram. ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ സാമാന്തരികം കിട്ടും. അപ്പോ ഫോർത്ത് വെർട്ടെക്സ് ഓഫ് എ പാരലോഗ്രാം, പാരലോഗ്രാമിന്റെ നാലാമത്തെ മൂലം എങ്ങനെയാ? എതിർകോണുകൾ കൂട്ടുക. അപ്പൊ ഇവിടുത്തെ 3ഉം 9ഉം കൂട്ടിയിട്ട് അതിൽ നിന്ന് 6 കുറച്ചാൽ x കിട്ടും. ഇനി y കാണാനോ? ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 5ഉം കൂട്ടിയിട്ട് അതിൽ നിന്ന് 6 കുറക്കുക. അപ്പൊ 9ഉം 3ഉം 12, 12 6 കുറച്ചാൽ 6 കിട്ടും. ഇനി 5ഉം 3ഉം കൂട്ടിയാൽ 8, 8 6 പോയാൽ 2 കിട്ടും. അപ്പൊ 6, 2. ഇനി വലിയ ചതുർഭുജത്തിന്റെ മറ്റു മൂന്ന് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ പോയിന്റുകൾ മിഡ് പോയിന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോ ഈ പോയിന്റ് എന്ന് പറയുന്നത് ABCD, ഇവിടെ ഒരു D എന്ന് കൊടുക്കാം നമുക്ക്. അപ്പൊ ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കളാണ് ഈ കാണുന്നത്. അപ്പോ ADയുടെ മിഡ് പോയിന്റ് ആണ് 6, 2. അപ്പൊ A കണ്ടുപിടിക്കാലോ നമുക്ക്. അതായത് 2ന്റെ കൂടെ ഇവിടുത്തെ x കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടാൽ 6 കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ഇവിടെ D എന്ന് എഴുതി. ADയുടെ മിഡ് പോയിന്റ് ആണ് ഈ 6, 2 എന്ന് പറയുന്നത്. അപ്പൊ ആ A കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഈ Aയുടെ സൂചക സംഖ്യ ഞാൻ XY എന്ന് എടുത്തു കേട്ടോ. അപ്പൊ 2, ഇവിടുത്തെ x എത്രയാണ്? 2. 2 പ്ലസ് x ബൈ 2 ചെയ്താൽ 6 കിട്ടും. എങ്ങനെയാ? ഇവിടുത്തെ x-ന്റെ കൂടെ ഇവിടുത്തെ x കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടാൽ 6 കിട്ടും. ഇതിന് x കണ്ടുപിടിക്കാലോ. അപ്പൊ ഈ 2നെ പുറത്ത് കൊണ്ടുവരാം. ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോ എന്താവും? ഗുണിക്കാനാവും. അപ്പൊ 2 പ്ലസ് x ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഇനി ഈ പ്ലസ് 2നെ അപ്പുറം കൊണ്ടുവരാം. പ്ലസ് 2 അപ്പുറം വരുമ്പോ എന്താവും? -2 ആവും. അപ്പൊ x ഈക്വൽ ടു 12 - 2 10 എന്ന് കിട്ടും. അല്ലെ? 10 × 2 12, 12ന്റെ പകുതിയാണ് 6. ഇനി മറ്റൊന്ന് അതേപോലെ തന്നെ ഇവിടുത്തെ y 1 ആണ്. അപ്പൊ 1 പ്ലസ് y ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി 2നെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇതിവിടെ ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോ എന്താവും? ഗുണിക്കാനാവും. അപ്പൊ 1 പ്ലസ് y ഈക്വൽ ടു 4. അതിന് ഈ 1നെ പുറത്ത് കൊണ്ടുവരാം. അപ്പൊ y ഈക്വൽ ടു 4 - 1 3 എന്നായി. അല്ലെ? 3 1 4, 4ന്റെ പകുതിയാണ് 2. അപ്പൊ Aയുടെ കോർഡിനേറ്റ് നമുക്ക് എഴുതാം 10, 3. ഓക്കെ, അപ്പൊ A കിട്ടി. ഇനി നമ്മൾ B ആണ് കണ്ടുപിടിക്കണേ. B ഇതുപോലെ തന്നെ ഇപ്പൊ A കിട്ടിയല്ലോ. ഇനി Aന്റെയും Bയുടെയും മിഡ് പോയിന്റ് ആണ് എന്ത്? 9, 5. അപ്പൊ ഇനി അത് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 9ന്റെ കൂടെ Bയുടെ x സൂചക സംഖ്യ കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടാല് 9 കിട്ടും. അല്ലെ? ഇവിടെ Aയുടെ കൂടെ 9ന്റെ കൂടെ അല്ല, Aയുടെ കൂടെ Aയുടെ സൂചക x എത്രയാണ്? 10. അപ്പൊ 10 പ്ലസ് x ബൈ 2 ചെയ്താൽ 9 കിട്ടും. അതിൽ നിന്ന് ഈ 2നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇതിവിടെ ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോ എന്താവും? ഗുണിക്കാനാവും. അപ്പൊ 10 പ്ലസ് x ഈക്വൽ ടു എന്ത് കിട്ടും? 18. ഇതിന് ഈ 10നെ പുറത്ത് കൊണ്ടുവരാം. അപ്പൊ എന്തായി? x ഈക്വൽ ടു 18 - 10 8. ഇനി y അതേപോലെ തന്നെ Aയുടെ y എന്താണ്? 3 ആണ്. Aയുടെ y എന്താണ്? 3 ആണ്. അപ്പൊ 3 പ്ലസ് y ബൈ 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതിൽ നിന്ന് 3 പ്ലസ് y ഈക്വൽ ടു 5 × 2 കിട്ടും. 3 പ്ലസ് y അപ്പൊ 10 ആയി.
ഇനി 3 പ്ലസ് വൈ 10 ആണെന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു എന്തായിരിക്കും 10 മൈനസ് 3 7 കിട്ടും. അപ്പൊ ആ സൂചകസംഖ്യയായി എത്രയാ 8 7 x 8 y 7. ഇനി ആ 8 7 വെച്ചിട്ട് നമുക്ക് c കണ്ടുപിടിക്കാലോ ഇപ്പൊ ചെയ്ത പോലെ അല്ലെ. 8 പ്ലസ് എക്സ് ബൈ 2 ചെയ്താൽ 6 കിട്ടും. അതിന് 8 പ്ലസ് എക്സ് ഈക്വൽ ടു 12. അതിന് എക്സ് ഈക്വൽ ടു 12 മൈനസ് 8 വരും. 12 8 പോയാൽ 4 കിട്ടും. ഇനി 7 ബിയുടെ സൂചകസംഖ്യ ബിയുടെ y എന്താണ് 7 ആണ്. അപ്പൊ 7 പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 6. 7 പ്ലസ് എ ഈക്വൽ ടു 12. അതിന് y ഈക്വൽ ടു 12 മൈനസ് 7 y ഈക്വൽ ടു 5. അപ്പൊ സിയുടെ സൂചകസംഖ്യ എന്ത് കിട്ടും 4 5 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എല്ലാ സൂചകസംഖ്യകളും കിട്ടിയല്ലോ. നമ്മളോട് 4 മൂലകൾ ബാക്കി 3 മൂലകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു എ ബി സി. അത് 3 ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. മിഡ് പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ മിഡ് പോയിന്റ് തന്നിട്ട് മറ്റത് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നിട്ടില്ല ഇനി ഇങ്ങനെ ഇക്വേഷൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഡിയുടെ സൂചകസംഖ്യ 2 ആണല്ലോ. 2ന്റെ അതായത് 2നോട് കൂടി എന്തോ കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടപ്പോഴാണ് 6 കിട്ടിയത്. അപ്പൊ 6ന്റെ ഇരട്ടി എടുക്കുക. മിഡ് പോയിന്റിന്റെ ഇരട്ടി എടുക്കുക 12. അതിൽ നിന്ന് മറ്റേ കുറച്ചാൽ മതി അല്ലെ. ഇവിടെ മിഡ് പോയിന്റ് ഇവിടുത്തെ മിഡ് പോയിന്റ് 2 ആണ്. 2ന്റെ ഇരട്ടി എടുക്കുക. 2ന്റെ ഇരട്ടി 4. 4ന്ന് 1 കുറക്കുക 3. ഇനി ഇവിടുത്തെ മിഡ് പോയിന്റ് 9 ആണ്. 9ന്റെ ഇരട്ടി 18. 18ന്ന് 7 x കുറക്കുക 10. അപ്പൊ 8. ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ യൂസ് ചെയ്ത് പോവാ. ഓക്കെ.